മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയെ കേരള ATSും ചോദ്യം ചെയ്യും. മുരളി കണ്ണമ്പള്ളിയുടെ കൊച്ചിയിലെ തേവൽക്കൽ വീട്ടിൽ റെയ്ഡ് നടത്തിയ NIA തെലങ്കാന യൂണിറ്റ് ലാപ്ടോപ്പ് ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു. നേരത്തെ കളമശ്ശേരിയിലെ ഓഫീസിൽ NIAയും മുരളി കണ്ണമ്പള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സായുധ മാവോയിസ്റ്റുകളെ സഹായിക്കുന്ന അർബൻ മാവോയിസ്റ്റുകൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. കേരളത്തിലെ മാവോയിസ്റ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ അർബൻ മാവോയിസ്റ്റുകളുടെ പങ്കാളിത്തം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഭീകരവിരുദ്ധ സേനയ്ക്കും NIAയ്ക്കും ലഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സഞ്ജയ് ദീപക് റാവുമായുള്ള ബന്ധം വ്യക്തമായതോടെയാണ് NIA തെലങ്കാന യൂണിറ്റ് മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയത്. മാവോയിസ്റ്റ് സായുധ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്ന അർബൻ മാവോയിസ്റ്റുകളുടെ വിവരങ്ങൾ NIA ശേഖരിച്ചിട്ടുണ്ട്. മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിൽ NIA നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരുന്നു. മുരളി കണ്ണമ്പള്ളിക്ക് പുറമെ മറ്റു ചിലരിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മറ്റോ ഒരു ആളെ ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അവരവകാശപ്പെടുന്നത് പശ്ചിമഘട്ട സോണൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്. അയാളുടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു FIR ഉണ്ടാക്കിയേക്കണം. FIRൽ ഞാനുണ്ട്, കേരളത്തിൽ നിന്ന് ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെ CP റഷീദ് ഉണ്ട്, വേറെ കാലമായിട്ടും പത്രപ്രവർത്തകനായിട്ടുള്ള സേതു ഉണ്ട്, കൂട്ടുപ്രതി നേരത്തെ ഉള്ളൊരു കേസിൽ പ്രതിയായിട്ടുള്ള ഇസ്മായിലും ഉണ്ടായിരുന്നു. FIR വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഈ പശ്ചിമ മേഖല സോണൽ കമ്മിറ്റിയോ മറ്റോ അവർ കമ്മിറ്റി കൂടി ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരെ CPI മാവോയിസ്റ്റിന് വേണ്ടി പരസ്യപ്രചരണം നടത്താനായിട്ടുള്ള ചുമതലപ്പെടുത്തി. അർബൻ മാവോയിസ്റ്റുകൾക്ക് കേരളത്തിലെ മാവോയിസ്റ്റ് ഭീകര ഗ്രൂപ്പുകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ATSും അന്വേഷിക്കുന്നുണ്ട്. കാടിറങ്ങി അറസ്റ്റിലായ CP മൊയ്തീൻ, മനോജ് എന്നീ മാവോയിസ്റ്റ് ഭീകരരുമായി അർബൻ മാവോയിസ്റ്റുകൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.